10 നില കെട്ടിടം. അതിൽ ഇയാൾ 5ാം നില നിൽക്കുകയാണ്, 5th ഫ്ലോറിൽ. ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം, ലിഫ്റ്റിൽ പോകണം. അപ്പോൾ നോക്കുമ്പോൾ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണമെങ്കിൽ ലിഫ്റ്റ് മേലെ വന്നിട്ടല്ലേ താഴെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ മേലേക്കുള്ള ആരോ പ്രസ് ചെയ്യോ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്യോ? എന്താ കാര്യം? ഓ, മുകളിലോട്ടുള്ള മുകളിലല്ലേ നിൽക്കണം. എന്താ അതിന്റെ കാര്യം? അല്ല, താഴെ ലിഫ്റ്റ് മേളിലേക്ക് വരണം, എന്നിട്ട് ഞാൻ അതിൽ കയറിയിട്ട് താഴെ ചെയ്യാൻ പറ്റും. ഓക്കെ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നതിന് ആധാരം. സാധാരണയായി നമ്മുടെ നാട്ടിൽ പലർക്കും ലിഫ്റ്റ് നമ്മൾ ഇപ്പോൾ സാധാരണയായി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരുപക്ഷെ പലർക്കും തന്നെ അറിയാതിരിക്കുന്നൊരു സാഹചര്യമാണ് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. സാധാരണ നമ്മളൊരു ലിഫ്റ്റ് ഉപയോഗിക്കാൻ ചെല്ലുമ്പോൾ മുകളിലേക്കും താഴേക്കുമുള്ള ഡയറക്ഷൻസ് അവിടെ കാണാം. പലരും ചിലപ്പം 2 ബട്ടണും പ്രസ് ചെയ്യുകയും ചില ആളുകൾ ചിലപ്പം താഴേക്ക് പോകണമെങ്കിൽ ഒരുപക്ഷെ മുകളിലേക്കുള്ള ബട്ടൺ മാത്രം പ്രസ് ചെയ്യുന്ന സാഹചര്യവും ഒക്കെ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതോടുകൂടി ലിഫ്റ്റിന് എന്ത് മെസ്സേജാണ് പോകുന്നത്? ഇത് ജസ്റ്റ് ഒരു ഏറ്റവും ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 4ാമത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ്ങിന് മൊത്തത്തിൽ 8 ഫ്ലോറുണ്ട്. നമുക്ക് താഴേക്കാണ് പോകേണ്ടത്. മുകളിലേക്കുള്ള ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ലിഫ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുകയും അതിനുശേഷം മുകളിലേക്ക് പോയതിന് ശേഷം തിരിച്ച് താഴേക്ക് വരുമ്പോൾ നമ്മൾ താഴേക്കുള്ള ബട്ടൺ അവിടെ തന്നെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓപ്പണായി അതിനുശേഷമേ താഴേക്ക് പോവുകയുള്ളൂ. അതേസമയം താഴേക്ക് മാത്രമുള്ള ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്തിരുന്നതെങ്കിൽ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വരുന്ന ഡയറക്ഷനിൽ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുകയും നമുക്ക് തീർച്ചയായിട്ടും താഴേക്ക് പോകാനും സാധിക്കും. താഴേക്കുള്ള ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് പോകുന്ന ഡയറക്ഷനിൽ ലിഫ്റ്റ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുകയും നമുക്ക് സുഗമമായി താഴേക്ക് പോകാനും സാധിക്കും. അതേസമയം ഏറ്റവും താഴത്തെ നിലയിലോ ഏറ്റവും മുകളിലത്തെ നിലയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ മിക്ക കമ്പനികളിലും സിംഗിൾ ബട്ടൺ ആയിരിക്കും കൊടുക്കുക. അതല്ല 2 ബട്ടൺ ഉണ്ടെങ്കിലും ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും സെയിം കമാൻഡ് ആയിരിക്കും നമുക്ക് പോവുക. ഉദാഹരണത്തിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ 2 ബട്ടൺ ഉണ്ടെങ്കിൽ 2ൽ ഞെക്കിയാലും മുകളിലേക്ക് പോകാനുള്ള ഡയറക്ഷൻ തന്നെയാണ് ലിഫ്റ്റിന് ലഭിക്കുക. അത് വരികയും നമ്മൾ എടുത്തുകൊണ്ട് മുകളിൽ ഏത് ഫ്ലോറിലാണ് പോകേണ്ടത് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെന്ന് ഇറങ്ങാനും സാധിക്കും. സെയിം അതേപോലെ തന്നെ മുകളിലാണെങ്കിലും ഏത് ബട്ടൺ 2 ബട്ടൺ ഉണ്ടെങ്കിൽ അതിലേത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ലിഫ്റ്റിന് ലഭിക്കുന്ന മെസ്സേജ് താഴേക്ക് പോകാനാണെന്ന് വരികയും അത് വന്ന് ഓപ്പൺ ആവുകയും നമുക്ക് താഴേക്ക് ഏത് ഫ്ലോറിലാണോ പോകേണ്ടത് ഇല്ലെങ്കിൽ ഏറ്റവും താഴേക്കാണോ എവിടേക്കാണോ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചെല്ലാനും സാധിക്കും. അതുമല്ല ഓപ്പറേറ്റർ ഉള്ള ലിഫ്റ്റാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട. കാരണം അവർക്ക് അവിടെ ഒരു ലോക്കിംഗ് സംവിധാനമുണ്ട്. സാധാരണഗതിയിൽ ലിഫ്റ്റിൽ ഫുൾ ആളായി കഴിയുമ്പോൾ അവരത് ഫുൾ ആ കമാൻഡ്സും അതിനെ ഓഫ് ചെയ്ത് അൺലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അവർ ആ ഓപ്പറേറ്റഡ് അസിസ്റ്റൻസിലാണ് ലിഫ്റ്റ് വർക്ക് ചെയ്യുക. നമ്മൾ സെൽഫായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമയം നഷ്ടം ഒഴിവാക്കുകയും അതിനൊപ്പം തന്നെ നമുക്ക് എനർജി ലാഭിക്കാനും സാധിക്കും.